ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു. അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, പഴയ നിയമഭക്തയായ ഹന്നയുടെ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയോടുകൂടെ 2-ാം അധ്യായം ആരംഭിക്കുകയാണ്. അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 19-ാമത്തെ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം സ്വാഗതം. ഈ പ്രാർത്ഥനയിൽ നിന്ന് നാം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കണം എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതിൽ 1-ാമത്തെ വസ്തുത ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ്. അങ്ങനെ പറയാനുള്ള കാര്യം, നിരവധി പ്രാവശ്യം നമുക്ക് ഹന്നായുടെ പ്രാർത്ഥനയിൽ ദൈവമഹത്വത്തിൻ്റെ വർണ്ണന കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഉദാഹരണമായിട്ട് 2-ാം വാക്യത്തിലേക്ക് വരിക. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവയെപ്പോലെ പരിശുദ്ധൻ ഇല്ല, അങ്ങല്ലാതെ ഒരുത്തനും ഇല്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയും ഇല്ല. ഇവിടെയെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുകയാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ ജീവിതത്തിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മഹത്വത്തെ മറക്കാൻ പാടുള്ളവരല്ല. നാം ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവം വലിയവനായ ദൈവമാണ്. ആ ദൈവത്തിന് തുല്യമായി മറ്റാരുമില്ല. അവിടുന്ന് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ സൽഗുണ സമ്പൂർണനായ സ്വർഗീയ പിതാവാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഏത് പ്രാർത്ഥനയിലും ദൈവമാരാണ് എന്നുള്ള തിരിച്ചറിവും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സ്വഭാവവും കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവജനത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രാഥമികമായി ഹന്നയുടെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടുന്ന 2-ാമത്തെ വിഷയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിപ്പം മാത്രമല്ല, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യണം, അഥവാ ദൈവത്തോട് നന്ദി പറയണം എന്നുള്ളതാണ്. കേവലം നമ്മുടെ ആവശ്യങ്ങൾ മാത്രം തരണമേ, അനുഗ്രഹിക്കണമേ എന്നുള്ളത് മാത്രമല്ല പ്രാർത്ഥനയിൽ വരേണ്ടത്. അത് വരരുത് എന്നല്ല. എന്നാൽ ദൈവത്തെ ശരിയായി മനസ്സിലാക്കി ദൈവമഹത്വത്തെ അറിയുമ്പോൾ, ദൈവത്തോട് നന്ദി പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം ചോദിക്കുന്നതിലും അധികം തരുവാൻ കർത്താവിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ, വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ രീതികൾക്ക് മാറ്റമുണ്ടാകും. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് തമ്പുരാൻ തരും എന്നുള്ള വലിയ വിശ്വാസത്തിലേക്ക് നമ്മുടെ ജീവിതം വഴുതി മാറും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനന്തമായ ദൈവകൃപയുടെ വ്യാപാരം നമ്മുടെ ജീവിതത്തിൽ തരും. ദൈവത്തോട് നന്ദി പറയുകയും ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഹന്ന തൻ്റെ പ്രാർത്ഥനയിൽ. ഉദാഹരണമായിട്ട് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, മച്ചി 7 പ്രസവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഹന്ന തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു പരാമർശം കൂടെയായിട്ട് നമുക്ക് ചിന്തിക്കാം. മച്ചി 7 പ്രസവിക്കുന്നുവെന്നുള്ളത് ദൈവം തനിക്ക് നൽകിയ മക്കളുടെ കൃത്യമായ എണ്ണം അല്ല എങ്കിൽ തന്നെയും അവളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ നന്മയെ അവൾ ഓർക്കുകയാണ്. ലോകത്തിലാർക്കും ചെയ്യാൻ കഴിയാത്ത അത്ഭുത പ്രവൃത്തി, തൻ്റെ ജീവിതത്തിൽ മറ്റാർക്കും വരുത്തുവാൻ കഴിയാത്ത അനുഗ്രഹീതമായ വിഷയം, അത് കർത്താവ് ചെയ്തപ്പോൾ
ദൈവസന്നിധിയിൽ തൻ്റെ ശരിയായ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് നന്ദി പറയുന്ന, കർത്താവിന് സ്തോത്രം പറയുന്ന അനുഗ്രഹീതമായ സ്ഥിതിയാണ് നമുക്ക് കാണുവാൻ കഴിയുക. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും ഒന്ന് ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടുന്നൊരു വിഷയമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്തുമാത്രം ആവശ്യകത നമുക്കുണ്ട്, എന്നാൽ ദൈവം ചെയ്ത നന്മകൾക്ക് അഥവാ പ്രാർത്ഥനകളുടെ ഉത്തരം ലഭിച്ചു കഴിയുമ്പോൾ അത്രത്തോളം പ്രാധാന്യത്തോടെ നാം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാറുണ്ടോ? ദൈവത്തോട് നാം അത്രമാത്രം നന്ദി പറയാറുണ്ടോ? എത്ര പ്രാവശ്യം ഇക്കാര്യത്തിൽ ഓരോരുത്തർക്കും കുറവ് വന്നുവെന്ന് അവരവരെ തന്നെ ഒന്ന് പരിശോധിക്കാനായിട്ട് ഈ സമയം നമുക്ക് എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ തിന്മയെന്ന് കരുതുന്ന ഏത് വിഷയത്തിലും ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തിൻ്റെ നന്മകൾ നമുക്ക് കാണുവാൻ കഴിയും. അതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് ഒരുപക്ഷെ എനിക്കോ മറ്റാർക്കുമോ കഴിഞ്ഞില്ല എന്ന് വരാം. എന്നാൽ വിശ്വാസക്കണ്ണിൻ്റെ കാഴ്ച കൊണ്ട് മാത്രം നാം ഒരു കാര്യം മനസ്സിലാക്കുക: ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള ഏത് കാര്യത്തിലും അഥവാ ദൈവം അനുവദിച്ചിട്ടുള്ള ഏത് കാര്യത്തിലും മാനുഷികമായി നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ തോന്നിയാലും കർത്താവിൽ അനേക നന്മകൾ അതിൽ നിന്ന് ഉരുത്തിരിയുവാൻ മുഖാന്തരമാകും. അതെന്താണ് എന്ന് വിശദീകരിപ്പാൻ കഴിയുകയില്ലെങ്കിലും ദൈവസന്നിധിയിൽ ഓരോ വിശ്വാസിക്കും അനുഭവിപ്പാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സന്ദേഹവും വേണ്ട. അത് പറയുമ്പോൾ മറ്റൊരു ചിത്രം കൂടെ ഞാനിങ്ങനെ എടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. 2-ാം അധ്യായം ശമൂവേൽ 1-ാം പുസ്തകം 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വ്യക്തമായി ഹന്നായിക്ക് ദൈവം 6 മക്കളെ ദാനമായി നൽകിയെന്നുള്ളതാണ്. അവളുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് അവളുടെ പ്രാർത്ഥനയുടെ ഫലമായി സ്വർഗത്തിലെ ദൈവം എത്രമാത്രം ഹന്നയുടെ തല ഉയർത്തി നിൽക്കത്തക്ക രീതിയിൽ അവളെ അനുഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയല്ലേ നാം ഇവിടെ കാണുന്നത്? അതാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ പിതാവ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാനായിട്ട് കഴിയുമോ? നാം ദൈവസന്നിധിയിൽ ചോദിക്കുന്നതിലും അപ്പുറം തരുവാൻ എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട്. അത് ദൈവഹിതപ്രകാരമായിരിക്കണം. ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടെ ജീവിക്കുമ്പോൾ നാം അറിയാത്ത വഴികൾ തുറക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. എന്നാൽ അവരവരുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കുറവുകളുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാനും ഈ സമയം വിനിയോഗിക്കേണ്ടതാണ്. ഹന്നായുടെ ജീവിതത്തിൽ ദൈവത്തോട് നന്ദി പറയുന്ന സ്വഭാവം അവളുടെ പ്രാർത്ഥനയിൽ ദർശിപ്പാനായിട്ട് കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു ചോദ്യം ഞാനിങ്ങനെ ചോദിക്കട്ടെ: ദൈവത്തോട് നന്ദിയുണ്ടോ? ദൈവത്തോട് നന്ദിയുള്ള ജീവിതമാണോ അങ്ങ് നയിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള ജീവിതമായിരിക്കും അങ്ങയുടേത്. മാനുഷികമായ ഏത് വിഷയങ്ങളിലും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് നാം ഏറ്റവും വില കൊടുക്കും. എടുത്തു പറയാതിരിപ്പാൻ നിവൃത്തിയില്ല. ഞാനും നിങ്ങളും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതല്ല ദൈവപ്രമാണങ്ങൾ. അതിന് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ആധികാരികതയുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനമുണ്ട്. ദൈവവചനത്തിൻ്റെ അലംഘനീയമായ സത്യത്തിൻ്റെ അകമ്പടിയുണ്ട്. ദൈവവചനം പറയുന്ന ഏത് വിഷയത്തിനും ഒന്ന് തലചായ്പാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നന്മ കാൽവറിയുടെ ക്രൂശിലാണ് നമുക്ക് കാണുവാൻ കഴിയുക. ദൈവം അവിടുത്തെ ഏകജാതനായ പുത്രനെ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി നമുക്ക് പകരക്കാരനായി കാൽവറിയിൽ തകർത്തപ്പോൾ അത് ഏറ്റുപറയാതിരുന്നാൽ, യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഏകരക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിക്കാതെ ഇരുന്നാൽ അത് ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്. എന്നാൽ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവ പൈതലായിത്തീരുമ്പോൾ നന്ദിയുള്ള ജീവിതത്തിൻ്റെ തുടക്കം ആരംഭിക്കുകയാണ്. അതിനായിട്ടും ദൈവം ചില പ്രിയപ്പെട്ടവരെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.